മലബാറിലെ സമ്പൂർണ്ണമായിട്ടുള്ളൊരു നാട് അല്ലെങ്കിൽ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ പറയാൻ പറ്റുന്ന ഒരുപാട് കാഴ്ചകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ നിലമ്പൂർ തേക്ക് മ്യൂസിയം. തേക്ക് മ്യൂസിയത്തിൻ്റെ പുറകുവശത്താണ് ഈ ഒരു ഗാർഡൻ ഉള്ളത്. ആ ഗാർഡനിൽ കുറേ നല്ല കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണിച്ചു തരാൻ പോവാണ്. ഞാനിപ്പോൾ ഉള്ള ഒരു ചെടിക്കൂടിൻ്റെ ഉള്ളിലാണ്. ഇങ്ങനെ ഒരുപാട് ചെടിക്കൂടും കുട്ടികളുടെ മത്സരങ്ങളൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ ആ കാഴ്ചയുടെ ആ മനോഹാരിത നമുക്കൊന്നുമില്ല. ഓക്കെ, നിലമ്പൂരിലെ അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണ് തേക്ക് മ്യൂസിയത്തിൻ്റെ പുറകുവശത്തുള്ള ഈ ഒരു ജൈവ വൈവിധ്യ പാർക്ക്. പഠിക്കാനുണ്ട്, കാണാനുണ്ട്. അപ്പം വീക്കെൻഡ് ഒരു ദിവസം മുഴുവൻ ചിലവഴിക്കാനുള്ളതും ഈ പാർക്കിലുണ്ട്. ഇത് വരുന്നത് ചന്തക്കുന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഊട്ടി റോഡിലാണ്. ഇപ്പം നിലമ്പൂർ വരുന്ന ആളുകൾക്ക് മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്രദേശം കൂടിയാണ് ഈ ഒരു ജൈവ വൈവിധ്യ പാർക്ക്. പലപ്പോഴും നമ്മൾ നിലമ്പൂർ വരുമ്പോൾ ഒരുപാട് കാഴ്ചകൾ മിസ്സായി പോകുന്നുണ്ട്. ഈ പാർക്കൊക്കെ തന്നെ പക്ഷേ ഊട്ടിയെ അനുസരിക്കുന്ന ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനെ അല്ലെങ്കിൽ മറ്റു നല്ല പുറത്തൊക്കെയുള്ള ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ അനുസരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തത്, പരിപാലിച്ചു പോരുന്നത്. അത്രയും മനോഹരമാണ്. ഫോട്ടോഷൂട്ടും അടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും ആപ്റ്റായിട്ടുള്ള പ്രദേശമാണ്. തേക്ക് മ്യൂസിയത്തിന് പിറകിലായിട്ടാണ് ഇത് വരുന്നത്. തേക്ക് മ്യൂസിയത്തിലേക്കും ഇവിടത്തേക്കും ഒരൊറ്റ ടിക്കറ്റ് മതി കേട്ടോ. ഇത് പാർക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. തേക്ക് മ്യൂസിയത്തിൻ്റെ പിറകിലെ പ്രശസ്തമായിട്ടുള്ള ആ ഒരു തവള ശില്പമാണ്. ഞാനന്ന് പോയ സമയത്ത് ഒരുപാട് ആളുകളുള്ളത് കൊണ്ട് ഷൂട്ടിനൊക്കെ കുറച്ച് പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ ഫെസ്റ്റിവൽ സീസണിൽ മാത്രമാണ് ഇവിടെ ആളുകൾ കൂടുന്നത്. ഇത് ചിൽഡ്രൻസ് പാർക്കാണ്, കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്കാണ്. കുറച്ച് കുട്ടികളുടെ ആക്ടിവിറ്റീസിനുള്ള സാധനങ്ങളൊക്കെ അവിടെയുണ്ട്. ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ ഈ ഒരു വള്ളിപ്പടർപ്പ് തന്നെയാണ്. നല്ല രസമുണ്ട്. സെൽഫി എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ ഒരുപാട് തിരക്കുണ്ട്. നല്ല മനോഹരമായ വള്ളിപ്പടർപ്പായിരുന്നു. അവിടെ അങ്ങോട്ടേക്ക് കഴിഞ്ഞാൽ ചെടികളെ കുറിച്ച് പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള ചെടികളുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റുന്ന ഓർക്കിഡിനെ കുറിച്ചൊക്കെ നമുക്കറിയാനും അതൊക്കെയുള്ള ചെടിപ്പുരകളൊക്കെ ഉണ്ട്. നമ്മുടെ മലബാറിൽ അതോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇത്രയും മനോഹരമായൊരു പാർക്ക് ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. നിലമ്പൂർ എന്ന് പറയുമ്പോൾ നിലമ്പൂർ ഒരു തേക്ക് മ്യൂസിയം എന്ന് മാത്രമല്ല, തേക്ക് മ്യൂസിയത്തിൻ്റെ പിറകുവശത്ത് ഇത്രയും മനോഹരമായൊരു പാർക്ക് തന്നെ നമ്മളെയും കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ പാർക്കിനകത്തൊക്കെ ഇതിനകത്തൊക്കെ വെറുതെ ഒരു എക്സ്പെക്റ്റ് മാത്രമല്ല, ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനുള്ള സ്റ്റാഫൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞു വീടാണ്. ഈ വീട്ടിൻ്റെ സൈഡിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ വാച്ച് ടവറിലെത്തും. വാച്ച് ടവറിലെത്തിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച അതിമനോഹരമായ കാഴ്ചയാണ്. ഈ ഒരു പാർക്കിൻ്റെ എല്ലാ വ്യൂയും നമുക്ക് അവിടെ വെച്ച് കാണാൻ പറ്റും. അപ്പോൾ ഞാനിപ്പം ആ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. ആ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറിയിട്ട് കാണുന്ന താഴെയുള്ള കാഴ്ചകളാണ് ഈ പാർക്കിൻ്റെ സറൗണ്ടിങ് ഏരിയയാണ് കാണുന്നത്. അതിമനോഹരമായ കാഴ്ച. ഇവിടെ ഔഷധ സസ്യങ്ങളും നമ്മൾ വീട്ടിൽ വളർത്തുന്ന മനോഹരമായ ചെടികളും എല്ലാം ഒരു പാർക്കിൽ അത് കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചേക്കാണ്. ഇതാണ് അതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച. കാരണം ഒരു ദിവസം തന്നെ ഉണ്ട് ഈ പാർക്ക് കാണാൻ കഴിയുന്നതും. രാവിലെ വന്ന് കഴിഞ്ഞാൽ ഒരു രാവിലെയൊക്കെ ഈ പാർക്ക് കറങ്ങുക. ഉച്ചയ്ക്ക് ശേഷം തേക്ക് മ്യൂസിയത്തിനുള്ളിലേക്ക് കയറുന്നതായിരിക്കും ബെറ്റർ. കാരണം രാവിലെ നല്ല വെയിലുണ്ടാവും. ആ വെയിലുണ്ടാകുന്ന സമയത്ത് നമ്മൾ തേക്ക് മ്യൂസിയത്തിൽ കയറി വെയിലൊക്കെ മാറുന്ന സമയത്ത് ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഒരു ഈവനിങ് 3 മണിക്ക് ശേഷമൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാലായിരിക്കും കുറച്ചുകൂടി ബെറ്ററായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഞാൻ വന്ന സമയത്ത് നല്ല വെയിലുള്ളത് കൊണ്ട് എനിക്ക് ക്യാമറയൊക്കെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതൊരു മിനി വാട്ടർ ഫോൾസ് ആണ്.
നല്ല രസമുണ്ട്. ഒരുപാട് ആളുകൾ വന്ന് പിന്നെ ഫ്രഷപ്പാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ. നല്ലൊരു പിന്നെ വാട്ടർഫോൾസാണ്. ഇതിൻ്റെ മേളിലൊരു പുലിയുടെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര കൗതുകമായിരുന്നത്. അപ്പോൾ അതിലൂടെ ആ കരിങ്കൽ പാകിയ വൈകിലൂടെ നമുക്ക് പുറത്തേക്ക് പോകാം. ഈറ്റക്കാടുകളും നിലമ്പൂരിൻ്റെ എന്തൊക്കെയുണ്ടോ സാംസ്കാരിക പിന്നെ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നിലമ്പൂർ ടൗണിൽ തന്നെയാണ് ഈ പാർക്കുള്ളത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു നമുക്ക് ചില കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിയും. അത്രയും വെയിലടിക്കുന്നുണ്ട്. നല്ല വെയിലുണ്ടായിരുന്നു ആ സമയത്താണ് പോയത്. മഴക്കാലത്താണ് പോയതെങ്കിൽ നല്ല വെയിലായിരുന്നു. കഴിയുന്നതും ഉച്ചക്ക് ഒരു 3 മണിക്ക് ശേഷം അല്ലെങ്കിൽ രാവിലെ ഒരു 12 മണിക്ക് മുമ്പൊക്കെ ഈ പാർക്കിലെത്താൻ ശ്രമിക്കുക. ഊട്ടി ഭാഗത്തൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഊട്ടി റോഡിൽ തന്നെയാണ് ചന്തക്കുന്ന് കഴിഞ്ഞാണ് ഈ പാർക്കുള്ളത്. ജസ്റ്റ് വിസിറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഊട്ടി ഭാഗത്തൊക്കെ പോകുന്ന യാത്രക്കാർക്ക് പിന്നെ ഊട്ടിയുടെ കൂടെ തന്നെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ പാർക്ക് കൂടിയാണ് നമ്മളെ നിലമ്പൂരിലെ ചന്തക്കുന്നുള്ള ഈ ഒരു മ്യൂസിയം മേഖലയിലുള്ള പാർക്ക്, പ്രദേശത്തുള്ള പാർക്ക്. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഓക്കെ.